സമയങ്ങളിലൊക്കെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ വല്ലാതെ വെപ്രാളപ്പെടും. ഒരുപാട് വെപ്രാളപ്പെട്ടാൽ പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. നമ്മൾ മിക്കവാറും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ. പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നറിയുകയും ചെയ്യാം, നമ്മുടെ വെപ്രാളത്തിന് യാതൊരു കുറവുമില്ല. എന്നാൽ അതേസമയം തന്നെ അത് കർത്താവ് പരിഹരിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയാതെ പോകുന്നത്. യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുമെന്നത് വാസ്തവം തന്നെയാണ്. അത് കടങ്കഥയൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുമൊക്കെ കർത്താവ് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് നമ്മെ സഹായിച്ചിട്ടില്ലെന്നുണ്ടോ? തീർച്ചയായിട്ടും കർത്താവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. തൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഗലീലയിലെ കാനാവിൽ തൻ്റെ ആദ്യത്തെ അത്ഭുതം വെളിപ്പെടുത്തിയെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നാൽ അവിടെ കർത്താവ് ചെയ്ത അത്ഭുതത്തിൻ്റെ ആഴം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അത്ഭുത പരതന്ത്രരായി പോകുന്നത്. നോക്കൂ പ്രിയരെ, കർത്താവ് അവിടെ ചെയ്തത് നമ്മൾ ഒറ്റ വാക്യത്തിൽ വായിക്കുമ്പോൾ വെള്ളം വീഞ്ഞാക്കി. അതൊരു സ്വാഭാവിക സംഭവം പോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ എങ്കിലും. എന്നാൽ വാസ്തവത്തിൽ സ്വാഭാവിക സംഭവമാണോ? വീഞ്ഞിനൊരു പ്രക്രിയയുണ്ട്, ഒരു പ്രോസസ്സുണ്ട്, അതിന് ടൈമുണ്ട്. ആ സമയത്തിനുള്ളിലൊന്നും ഈ പറയുന്ന പോലെ വീഞ്ഞാക്കി ഒന്നും എടുക്കാൻ കഴിയത്തില്ല. എന്നാൽ നിമിഷ നേരം കൊണ്ട് നമ്മൾ പറയത്തില്ലേ, പറയുന്നതിനിടയ്ക്ക് കാര്യം നടന്നു, പെട്ടെന്ന് തന്നെയായിരുന്നു സംഭവിച്ചത്. അതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ അവരോട് കൂടെ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശു കർത്താവിൻ്റെ അമ്മ യേശുവിനോട് ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നോക്കണേ, നിങ്ങളോടും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു കാണും നമ്മുടെ സമയമായിട്ടില്ലെന്ന്, നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു കാണും സമയമായിട്ടില്ലെന്ന്. അല്ല കേട്ടോ, ദൈവം ചിലത് ചെയ്യാൻ പോവുക. വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഈ ചെറിയ സന്ദേശം ഇവിടെ ചുരുക്കുന്നു, നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ ഞങ്ങൾക്ക് കഴിയാത്തതിനെ സാധ്യമാക്കുന്ന അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തി പ്രിയപ്പെട്ട ഓരോരുത്തരെയും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.